പരാതി കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു MLA ഈ കേരളത്തിൽ ഇതൊക്കെ ചെയ്ത് വീണ്ടും പുതിയ പുതിയ കഥകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തതിലല്ല, മറിച്ച് ഈ കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിലിരിക്കാനാണ് ആവശ്യപ്പെടേണ്ടത്. അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പം ജയിലില്ല. കാരണം അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ കറക്ഷൻ ഹോമിലേക്ക് പറഞ്ഞയച്ചിരിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരാളാണ് കേരളത്തിൽ ഇറങ്ങി നടക്കുന്നത്. അത് കേരളത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാവുന്നില്ല. രമേശ് ചെന്നിത്തല ഒരു അഭിപ്രായം പറയുന്നു, VD സതീശൻ ഒരു അഭിപ്രായം പറയുന്നു, സണ്ണി ജോസഫ് മറ്റൊരു അഭിപ്രായം പറയുന്നു. പൂർണ്ണമായി ക്ലീൻ ചിറ്റാണ് സുധാകരൻ കൊടുത്തത്. ഇവരൊക്കെയും ഇത് ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ശരിയായ ഒരു ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ശരിയായ ഉദാഹരണം, അതിനെ ഉദാഹരണമായി മുന്നോട്ട് വെക്കുന്ന ഈ നേതാക്കന്മാരാണോ കേരളത്തെ നയിക്കേണ്ടത്? ഇപ്പോൾ ജൻസികളായിട്ടുള്ള തലമുറ ഇവരെയാണോ ഉൾക്കൊള്ളേണ്ടത്? 100% ഉറപ്പാണ് വരാൻ വേണ്ടി പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെയും പ്രതിഫലിക്കും, തിരിച്ചടിയായി മാറും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾ കേരളത്തിൻ്റെ സമൂഹത്തിന് ചേർന്നതേയല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ ഘട്ടം തൊട്ടുള്ള പ്രസ്താവനകൾ നമുക്കത് മുഴച്ചു കാണാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായും മാന്യമായി പ്രതിപാദിക്കേണ്ടതാണ്.